ഹായ് ഫ്രണ്ട്സ്, +2 ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിനേഷന് പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കായ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ആമുഖം. സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് എന്ന് ചോദിച്ചാൽ അത് ആമുഖത്തെയാണ്. എന്നാൽ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആമുഖത്തിന്റെ വിശേഷണങ്ങൾ വേറെ ഓരോ വ്യക്തികൾ വിശേഷിപ്പിച്ചിട്ടുള്ളതുണ്ട്. അതും ഇതും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. സിമ്പിളായിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് എന്ന് ചോദിച്ചാൽ അത് ആമുഖത്തെയാണ്. പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തിയാണ് BN റാവു. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തിയാണ് BN റാവു. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. നോട്ട് ചെയ്യാം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. എന്നാൽ ഭരണഘടനയുടെ ശില്പി നമുക്കറിയാം, അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അപ്പോൾ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് എന്താണ്? 1946 ഡിസംബർ 13 നോട്ട് ചെയ്യുക, ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. 1946 ഡിസംബർ 13 അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജനുവരി 22 ജനുവരി 22 ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യാം. 1946 ഡിസംബർ 13 അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ചത് അഥവാ ഭരണഘടന സ്വീകരിച്ചത് എന്നാണ് 1949 നവംബർ 26 ഡേറ്റ് കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ പഠിച്ച എല്ലാ ഡേറ്റുകളും ഉണ്ടാവും. അപ്പം അത് നോട്ട് ചെയ്തിട്ട് തന്നെ പഠിച്ചു പോവാ. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ചത് 1949 നവംബർ 26 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം അഥവാ റിപ്പബ്ലിക് ആയ ദിവസമാണ് 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം അഥവാ ഇന്ത്യ റിപ്പബ്ലിക് ആയ ദിവസമാണ് 1950 ജനുവരി 26. നവംബർ 26 ജനുവരി 26 തമ്മിൽ മാറിപ്പോവരുത്. നവംബർ 26 വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയ ഏക തീയതി ഏതെന്ന് ചോദിച്ചാൽ അത് 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയ ഏക തീയതിയാണ് 1949 നവംബർ 26. നവംബർ 26 ജനുവരി 26 ഇമ്പോർട്ടന്റ് ഡേയ്സ് ആണ്. നവംബർ 26 നിയമദിനം അഥവാ ഭരണഘടനാ ദിനമാണ്. നവംബർ 26 ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണ്. നവംബർ 26 നിയമദിനം അഥവാ ഭരണഘടനാ ദിനമാണ്. ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണ്. പഠിച്ച കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്.
ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തിയാണ് BN റാവു. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. 1946 ഡിസംബർ 13 അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ചത് അഥവാ ഭരണഘടനയെ സ്വീകരിച്ചത് 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26 ഇതിൽ 1949 നവംബർ 26 വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, നോട്ട് ചെയ്യാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയ ഏക തീയതിയാണ് 1949 നവംബർ 26. നവംബർ 26 നിയമദിനം അഥവാ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് അല്ലെങ്കിൽ നിയമദിനമായി ആചരിക്കുന്നത് നവംബർ 26 ഇന്ത്യ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി 26 ഇന്ത്യ ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുമാണ്. ഇന്ത്യ ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ആൻസറാണ് അമേരിക്ക. ആമുഖം ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് തുടങ്ങിയാണ്. ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ആമുഖത്തിൽ എത്ര പ്രാവശ്യം ഭേദഗതി വരുത്തിയിട്ടുണ്ട്? PSCയുടെ ഒരു PYQ ആണ്. ആമുഖത്തിൽ എത്ര പ്രാവശ്യം ഭേദഗതി വരുത്തിയിട്ടുണ്ട്? ഒരേ ഒരു പ്രാവശ്യമാണ് ആമുഖത്തിൽ ഭേദഗതി വരുത്തിയിട്ടുള്ളത്. ആമുഖത്തിൽ ഭേദഗതി വരുത്തുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ആ സമയത്തെ രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആമുഖത്തിൽ ഇന്ത്യ ഭേദഗതി വരുത്തിയത് 1976 42ാം ഭേദഗതി അനുസരിച്ചാണ്. ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ സമയത്തെ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ആ സമയത്തെ രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആമുഖത്തിൽ ഒരേ ഒരു പ്രാവശ്യം ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ആ വർഷം ഇമ്പോർട്ടന്റ് ആണ്, ഭേദഗതിയും ഇമ്പോർട്ടന്റ് ആണ്. 1976 42ാം ഭേദഗതി അനുസരിച്ചാണ് ആമുഖത്തിൽ ഒരു പ്രാവശ്യം ഭേദഗതി വരുത്തിയത്. ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? ഇതും PYQ ആണ്. 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്? അമേരിക്ക. ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത് ഒരേ ഒരു പ്രാവശ്യമാണ്. 1976 42ാം ഭേദഗതി അനുസരിച്ചാണ്. ആമുഖത്തിൽ ഭേദഗതി വരുത്തുന്ന സമയത്ത് പ്രധാനമന്ത്രിയായി നിലവിലുണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധിയും ആ സമയത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ്. ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. 42ാം ഭേദഗതി വഴി ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത.
42ാം ഭേദഗതി വഴി ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത 3 വാക്കുകളാണ് സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് കേസാണ് ബെറുബാറി കേസ്. ഈ 2 കേസുകളും ഇമ്പോർട്ടന്റ് ആണ്. ബെറുബാറി കേസ്, കേശവാനന്ദ ഭാരതി കേസ്. ഇതിൽ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് കേശവാനന്ദി ഭാരതി കേസിനെ കുറിച്ചിട്ടാണ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ഏത് കേസിലാണ് എന്ന് ചോദിച്ചാൽ 1973 കേശവാനന്ദ ഭാരതി കേസാണ്. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്നും ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ് എന്നും പ്രസ്താവിച്ചിട്ടുള്ള 2 കേസുകളുണ്ട്. അതിൽ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് 1960 ബെറുബാറി കേസിലാണ്. എന്നാൽ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് 1973 കേശവാനന്ദ ഭാരതി കേസിലാണ്. പറഞ്ഞു നോക്കാം. 42ാം ഭേദഗതി വഴി ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് കേസാണ് 1960 ബെറുബാറി കേസ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസ്. 1973 കേശവാനന്ദി ഭാരതി കേസിലാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് കുറച്ച് വിശേഷണങ്ങളുണ്ട്. ഇത് PSC നിരവധി തവണ ചോദിച്ചിട്ടുള്ള ഭാഗം കൂടിയാണ്. അപ്പോൾ ആമുഖത്തിന്റെ വിശേഷണങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ താക്കൂർ ദാസ് ഭാർഗവാണ്. നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പഠിച്ചിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? അത് ആമുഖത്തെയാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താണ്? അതും ആമുഖം തന്നെയാണ്. എന്നാൽ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ താക്കൂർ ദാസ് ഭാർഗവാണ്. നോട്ട് ചെയ്യാം. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. നോട്ട് ചെയ്യാം. ഭരണഘടനയുടെ താക്കോൽ, വെറും താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണെങ്കിൽ ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ആമുഖത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങളാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. ഭരണഘടനയുടെ താക്കോൽ ആണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവ്. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ചെറിയൊരു ഭാഗമായ ആമുഖത്തെ കുറിച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളാണ് നമ്മൾ പഠിച്ചത്. നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക് യു.